രവി? ഓർമ്മയുണ്ടല്ലോ, ഞാൻ അവനെക്കുറിച്ച് പല പ്രാവശ്യം നിന്നോട് സൂചിപ്പിച്ചിട്ടുള്ളതാ. പക്ഷേ നീ കാര്യമായിട്ട് എടുത്തില്ല. അവൻ ഓഫീസിൽ വന്ന ദിവസം മുതൽ എനിക്ക് അവന് ഡൗട്ടുണ്ടായിരുന്നു. അറിയാലോ, അവനിപ്പോൾ നമ്മുടെ ഓഫീസിലെ പല സീക്രട്സും സ്വന്തം വിരൽത്തുമ്പിലുണ്ട്. അതിനാ അവൻ തന്ത്രപരമായി കമ്പനിയിൽ ജോയിൻ ചെയ്തത് തന്നെ. ഇനിയും അവൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഒരു കാര്യം ചെയ്യേ, നീ ഇതിലിടപെടണ്ട. ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. ഞാൻ ഫോൺ കട്ട് ചെയ്യാ, എനിക്ക് ചിലരെ വിളിക്കാനുണ്ട്. ഹലോ, നിങ്ങൾ എവിടെയുണ്ട്? ഹലോ നന്ദൻ, tell me, where are you? പെട്ടെന്ന് എന്താ ഓഫീസിൽ നിന്ന് പോയത്? എന്തുപറ്റി? സോറി മാഡം, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നു. ഇപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ മാഡത്തിന് ഫോൺ ചെയ്തത്. Hey, come on. You sound so serious. എന്താ ഇത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യം? What's happening? മാഡം, അത് ഞാൻ നമ്മുടെ കമ്പനി വിട്ട് പോവാണ്. ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തു. What? നന്ദൻ എന്താ ഈ പറയുന്നേ? ജോലി റിസൈൻ ചെയ്യുന്നോ? But why? What's the reason? അത് പിന്നെ സോറി മാഡം, ഐ കാന്റ് ടോക്ക് നൗ. ഹലോ നന്ദൻ. ഇവനെന്ത് എന്തു പറ്റി? രവിവർമ്മൻ സാറിൽ നിന്ന് ശ്രീലക്ഷ്മി അകറ്റിയ അവന്റെ ജോലി പെർമനന്റ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് അവനിപ്പോ ജോലിയെ വേണ്ടെന്ന് വെച്ചോ? ഈസ് ക്രേസി.
രാജാറാം സർ. നോ. ജെയിംസ് ബോണ്ട്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ പ്രിയപ്പെട്ട ജെയിംസ് ബോണ്ട്? അതാണ് ഞാൻ. അപ്പൊ എങ്ങനെയാ, നമ്മൾ പോവുകയല്ലേ? എന്താടാ നാവിറങ്ങിപ്പോയോ? നീ വാ, ടോം ആൻഡ് ജെറിയുടെ പുതിയ എപ്പിസോഡ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കമ്പനിയിൽ കാലുകുത്തിയ ദ വെരി ഫസ്റ്റ് ഡേ, ദ വെരി ഫസ്റ്റ് മൂമെന്റ് എനിക്ക് മനസ്സിലായി നീ ഒരു പക്ക ഫ്രോഡാണെന്ന്. എടുത്ത് കേട്ടടാ വണ്ടിയില്. അങ്ങോട്ട് നീ രാജാറാം, ഐ എം സോറി സർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതുവരെ സാറാണ് എന്റെ റോൾ മോഡൽ. സാർ എനിക്ക് ദൈവത്തെ പോലെയാ. സാറിന് ഞാൻ ഒരു ദ്രോഹം ചെയ്യില്ല. വേണമെങ്കിൽ സാറിന് എന്നെ തല്ലിക്കൊല്ലാം. ഐ വിൽ ബി ഹാപ്പി. ബട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഞാൻ പറയുന്നത് സത്യമാണ്. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഗൗരിദാസുമായിട്ട് നിനക്കെന്താ ബന്ധം? അതാദ്യം പറയും. പറയാൻ ഹലോ 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 എക്സ്ക്യൂസ് മീ. ഹലോ, ഒന്ന് സഹായിക്കാവോ? ഹലോ, ആരെങ്കിലും ഒന്ന് സഹായിക്കാവോ? ഹലോ, ആരെങ്കിലും സഹായിക്കണേ. ആരെങ്കിലും ഒന്ന് സഹായിക്കോ? ഒന്ന് റോഡ് കടക്കാൻ സഹായിക്കാവോ? ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് സഹായിക്കാവോ പ്ലീസ്? ഹലോ വരൂ.
സർ. താങ്ക് യു. സർ, സാറിന് എവിടെയാ പോവേണ്ടത്? ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയാവോ? വരൂ സർ, ഞാൻ കൊണ്ടുവിടാം. ആ, വലിയ ഉപകാരം മാഡം. ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്ന് വെച്ചാൽ അവർ വഴക്ക് പറയുമെന്നുള്ള പേടിയാണ് എനിക്ക്. കണ്ണുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരു കണക്കിന് അന്ധന്മാരാണ്. പക്ഷേ അന്ധന്മാർ ലോകചരിത്രം മാറ്റിയിട്ടുണ്ടെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാം അറിയാമെന്ന വിശ്വാസമാണ് അവർക്ക്. പക്ഷേ എനിക്ക് പറയാനുള്ളതേ, ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ചതിക്കുമെന്നാണ്. സോറി സർ, അങ്ങനെ പറയരുത്. നമ്മളെല്ലാം മുന്നോട്ട് ജീവിക്കുന്നത് തന്നെ ആ വിശ്വാസം എന്ന വാക്കിന്റെ ധൈര്യത്തിലാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല കുട്ടി, അല്ല. വെറും അർത്ഥമില്ലാത്തൊരു വാക്കാണ് വിശ്വാസം. നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിച്ചാൽ പിന്നെ വിശ്വാസം എന്ന വാക്കിന് എന്ത് അർത്ഥമാണുള്ളത്? നമ്മളെ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കില്ലെങ്കിലോ? ചതിക്കും കുട്ടി, ചതിക്കും. നിന്റെ രവിചന്ദ്രവർമ്മനെ പോലെ തന്നെ. സർ, ഇപ്പൊ എന്താ പറഞ്ഞേ? കേട്ടില്ല. പറയൂ സർ, എന്താ പറഞ്ഞേ? അല്ല, നമ്മൾ ബസ് സ്റ്റോപ്പിനടുത്ത് എത്താറായോ എന്നാ ചോദിച്ചത്. അല്ല, നിങ്ങൾ വേറെന്തോ ആണ് പറഞ്ഞത്. ഞാൻ മുഴുവൻ കേട്ടില്ല. ഇല്ല കുട്ടി, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ബസ് സ്റ്റോപ്പ് എത്താറായോ നമ്മള്? വരൂ കുട്ടി. അവിടെ സ്റ്റെപ്പ് ഉണ്ടേ. സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ്. ഇങ്ങോട്ട്. ഇവിടെ. അവിടെ ഇരുന്നു. താങ്ക് യു കുട്ടി. സൂക്ഷിച്ചിരുന്നോളൂ, ബസ് ഉടൻ വരും. ശരി കുട്ടി. താങ്ക് യു വെരി മച്ച്. ഭാവിയിൽ നീ ആരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ ചരിത്രം അന്വേഷിക്കും. എന്റെ വിശ്വാസം നിന്നെ ചതിക്കും.
ഭാവിയിൽ നീ ആരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ ചരിത്രം അന്വേഷിക്കൂ. നിന്റെ വിശ്വാസം നിന്നെ ചതിക്കും. സമ്മതിക്കുന്നു സർ. ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഞാൻ വർമ്മൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. ജിഡിയുടെ സ്വന്തം ആളായിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ ജിഡിക്ക് ആവശ്യമുള്ള ഒരു ഡോക്യുമെന്റ്സ് പോലും ഓഫീസിൽ നിന്നെടുത്ത് കൈമാറിയിട്ടില്ല സർ. നോട്ട് ഈവൻ എ സിംഗിൾ ഡോക്യുമെന്റ്. നോ, നിന്റെ വാക്കുകൾ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. യു ആർ എ ലയർ. അല്ല സർ, കള്ളനല്ല. അത് തെളിയിക്കാൻ എന്റെ കയ്യിൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ: വിശ്വാസം. രവിവർമ്മൻ സാർ എപ്പോഴും പറയാറുള്ള 3 അക്ഷരമുള്ള ആ വാക്ക് മാത്രം. അത് ശരി. അപ്പോ കുറച്ച് ഇമോഷണലായി സംസാരിച്ച നിന്നെ വെറുതെ വിടുമെന്നാണ് നിന്റെ വിചാരം? സ്റ്റോപ്പ് ഇറ്റ്. അല്ല സർ, എനിക്കറിയാം നിങ്ങളുടെ പവർ വെച്ച് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. വർമ്മൻ ഗ്രൂപ്പിനെ തകർക്കാൻ വന്ന ഞാൻ ആ ശിക്ഷ അർഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ രവിവർമ്മൻ സാറിനോടുള്ള എന്റെ ബഹുമാനം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സാറിന്റെ വാക്കുകളും മറ്റുള്ളവരോടുള്ള സാറിന്റെ പെരുമാറ്റവും ഒക്കെ എന്നെ എന്റെ ദൌത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. സാറ് ദൈവതുല്യനാണെന്ന് എനിക്ക് തോന്നി. ഐ റിയലി അഡോർ യു സർ. ഐ റെസ്പെക്ട് യു. സാറാണ് എന്റെ ഹീറോ, സാർ മാത്രം. ഞാൻ ഹീറോ ആണെങ്കിൽ ഗൗരിദാസ് ആണ് വില്ലൻ, ജിഡി. അപ്പോ നിനക്ക് ഈ കഥയിലെ വില്ലനുമായിട്ട് എന്താണ് കണക്ഷൻ? അതറിയണം ഞങ്ങൾക്ക്. പറയാം സർ. ഞാനൊരു വെറും സാധാരണ വ്യക്തിയാണ്. ഒരു ലോ സ്റ്റുഡന്റ് ആയിരുന്ന ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ഒരു അസൈൻമെന്റിന്റെ ഭാഗമായി ജയിൽ സന്ദർശിച്ച് ജയിൽ പുള്ളികളുമായി സംസാരിക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെയാ സെൻട്രൽ ജയിലിൽ വെച്ച് ഗൗരിദാസ് എന്ന ജിഡിയെ പരിചയപ്പെട്ടത്. അയാൾ കിടന്ന സെല്ലിൽ ചെന്നപ്പോ അവിടുത്തെ ചുവരിൽ രവിചന്ദ്രവർമ്മൻ എന്ന് എഴുതി വെച്ചിരുന്നു. അയാൾക്കെന്നും കാണാൻ. അത് കണ്ട് ഐ ബിക്കേം വെരി ക്യൂരിയസ്. ഞാൻ അല്പം വിശദമായി തന്നെ തടവ് പുള്ളിയായ ഗൗരിദാസിനോട് സംസാരിച്ചു. അപ്പോഴെന്നെ ഞെട്ടിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ സാറിന്? ജിഡി പറഞ്ഞ കഥയിൽ ഗൗരിദാസാണ് ഹീറോ. ക്രൂരനായ വില്ലൻ സാക്ഷാൽ രവിചന്ദ്രവർമ്മൻ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ അയാളെ വിശ്വസിച്ചു പോയി. ഐ ബിലീവ്ഡ് ഹിം. അങ്ങനെയാണ് ഞാൻ എന്റെ ടാലന്റ് ഉപയോഗിച്ച് വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. എനിക്കെന്റെ ജീവിത ലക്ഷ്യം നേടണമായിരുന്നു. വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡേറ്റാസ് ചോർത്തി കൊടുത്താൽ എന്നെ വിദേശത്തേക്ക് പറഞ്ഞയക്കാമെന്ന് ജിഡി വാക്ക് തന്നു. നിയമക്കുരുക്കിൽ കിടക്കുന്ന എന്റെ ഗ്രാൻഡ് പേരന്റ്സിന്റെ പ്രോപ്പർട്ടിയും തിരിച്ചു പിടിച്ചു തരാമെന്ന് പറഞ്ഞു. കൊള്ളാം. എന്നിട്ടും നീ പിന്നെ എന്തുകൊണ്ടാ ജിഡിയെ സഹായിക്കാത്തത്? ജിഡിയെ സഹായിക്കാൻ ഇവൻ തെരഞ്ഞെടുത്ത വഴി ഇവൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ശ്രീലക്ഷ്മി എന്ന വഴി. Am I right?
ആ എവിടേക്കാണ് മാഡം? നിങ്ങള്